വെൽക്കം ടു ഡീ പോക്കറ്റ് വെൽത്ത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസ് നീഡ് അനാലിസിസ്. അതായത് ഒരാൾക്ക് എത്ര എമൗണ്ടിന് എത്ര തുകയ്ക്കാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ടൊന്ന് പറയട്ടെ, ലൈഫ് ഇൻഷുറൻസ് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു വേർഡാണ്. കാരണം എല്ലാവർക്കും ഉണ്ടായിരിക്കും LIC അതുപോലുള്ള കമ്പനികളുടെ ഇൻഷുറൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ലൈഫ് ഇൻഷുറൻസ് എന്തിനാണ് എടുക്കുന്നത്, എത്ര രൂപയ്ക്ക് എടുക്കണം എന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാം. ലൈഫ് ഇൻഷുറൻസ് നമുക്ക് പൊതുവേ എന്ന് പറയാം, അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ഡിമൈസസ്, അതായത് അകാലത്തിലുണ്ടാകുന്ന മരണങ്ങൾ, ഇതുകൊണ്ട് മൂലം ഉണ്ടാകുന്ന സാമ്പത്തികമായ ഒരു ഗ്യാപ്പ്, അത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല റിസ്ക് മിറ്റിഗേഷൻ ടൂളാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മസ്റ്റായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ്. ഇതിൽ എത്ര എമൗണ്ടാണ് എടുക്കേണ്ടതെന്ന് പലർക്കും പല അഭിപ്രായമുള്ളത്. ഇപ്പം നോർമലി ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഇൻഷുറൻസിലൊക്കെ നമ്മൾ ചെയ്യുമ്പം ഒരു തമ്പ് റൂളായിട്ട് അവർ പറയാറുണ്ട്, സാധാരണ ഒരു വാർഷിക വരുമാനത്തിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 20 മടങ്ങ് നമുക്ക് എന്തായാലും ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്ന്. അപ്പം സപ്പോസ് ഒരു 10 ലക്ഷം വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് ഒരു കോടിയോ അല്ലെങ്കിൽ 1.5 കോടിയോ രൂപ ഒരു റൗണ്ട് ഫിഗറായിട്ട് എല്ലാവരും വാങ്ങിച്ചു വെക്കാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഇതിന് സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, കുറച്ചുകൂടി ഒരു നീഡ് ബേസ്ഡായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പോൾ അതിൽ കൂടുതൽ ആവശ്യം ഉണ്ടായേക്കാം, ചിലപ്പോൾ അത്രയും ആവശ്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിനായിട്ടൊരു സൊല്യൂഷൻ, അതാണ് ഞങ്ങളിപ്പം ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈഫ് ഇൻഷുറൻസ് നീഡ് അനാലിസിസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് 1 by 1 ആയിട്ട് പോവാം. ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഹോം ലോണ്, ഹൗസിങ്, വർക്ക് ലോൺസ്, പേഴ്സണൽ ലോൺസ്, എഡ്യൂക്കേഷൻ ലോൺ. അപ്പോൾ ഇത്തരം ലോണുകളൊക്കെ എന്തായാലും നമുക്ക് നമ്മുടെ മറ്റുള്ളവർക്ക് അത് നമ്മുടെ മരണശേഷം അവർക്കൊരു ബാധ്യത ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മരണശേഷം ഇത്തരം ലയബിലിറ്റികളെല്ലാം നമ്മളത് അടച്ച് തീർക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് തുക കൊണ്ട് ആ ബാധ്യതകളെല്ലാം തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായി നമുക്ക് ഹൗസിങ് ലോണിൽ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 35 lakhs ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അത് ഏകദേശം 35 lakhs, എനിക്ക് 35 ലക്ഷം രൂപയാണ് ഇപ്പോൾ എനിക്ക് ബാധ്യതയുള്ളത് ഹൗസിങ് ലോണിൽ. എനിക്ക് ഹൗസിങ് ലോൺ കഴിഞ്ഞ് വർക്ക് ലോൺ 5 ലക്ഷം രൂപയുണ്ട്, പേഴ്സണൽ ലോൺ ഒരു 2,25,000, എഡ്യൂക്കേഷൻ ലോണൊന്നും ഇല്ല. പിന്നെ അതർ ലോൺസ്, ഇപ്പോൾ നമ്മൾ പിടിച്ച ചിട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൽ നിന്ന് വാങ്ങിച്ച വായ്പകൾ, അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്ര എമൗണ്ടുകളൊക്കെ അതർ ലോൺസിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ടോട്ടലി 50,25,000 രൂപയാണ് എനിക്ക് ടോട്ടൽ ബാധ്യതയുള്ളത്. അപ്പം അത് നമ്മൾ എഴുതി. രണ്ടാമതായിട്ട് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗോള്, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ കല്യാണം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു തുക എന്തായാലും മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പം അത് നോർമലി ഇപ്പം ഒരു കുടുംബത്തിന് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു കുട്ടിക്ക് ഏകദേശം ഒരു 20 ലക്ഷം രൂപ എന്തായാലും ചിലവ് വരും. 2 കുട്ടികളാണെങ്കിൽ 40 ലക്ഷം രൂപ. കൂടാതെ അവരെ മാനേജിന് ഏകദേശം ഒരു 10 ലക്ഷം മാറ്റി വയ്ക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെ 40 ലക്ഷവും 20 ലക്ഷം ചേർത്ത് 60 ലക്ഷം രൂപ. 60 ലക്ഷം രൂപ നമ്മൾ അതിന് മാറ്റി വയ്ക്കണം. പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ്റെ, സപ്പോസ് ഒരു എഡ്യൂക്കേഷൻ 2 കുട്ടികളുള്ള ഒരു കുടുംബമാണെങ്കിൽ ഒരു 25,000, ഒരു കൺസർവേറ്റീവായിട്ട് വിചാരിക്കുക, 25,000 പെർ മന്ത്. അപ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷം വേണ്ടി വരും. അപ്പോൾ ഏകദേശം നമുക്ക് അടുത്തൊരു 10 വർഷത്തേക്ക് അവർക്കാണെങ്കിൽ 30 ലക്ഷം രൂപ വേണ്ടി വരും. കൂടെ നമ്മൾ പാരൻസിന് നമ്മൾ എന്തെങ്കിലും സ്ഥിരമായിട്ടൊരു എമൗണ്ട് നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരിക്കും, മേ ബി 20,000 25,000 പെർ മന്ത്. അപ്പോൾ നമ്മളത് മരണത്തിന് ശേഷവും അവർക്കതിൻ്റെ ഒരു ക്യാഷ് ഫ്ലോയിൽ ഒരു ഇൻട്രപ്ഷൻ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കേസുകളാണെങ്കിൽ നമുക്ക് അതും കൂടി ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 25,000 ആണെങ്കിൽ അതും 30 lakhs വരും. പിന്നെ നമ്മൾ വീട് വാങ്ങിക്കുന്നതിൻ്റെ, ഇനി പുതുതായിട്ട് വല്ല വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ തുക എത്ര രൂപയ്ക്കാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ആ തുക ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഓൾറെഡി ലോൺ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വീടൊന്നും പണിയുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല, 0. അപ്പോൾ ഫാമിലി ഗോൾസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്, അതിൽ 1,20,00,000 എൻ്റെ ഏകദേശം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സെഗ്മെൻറ്റ്, കോർപ്പസ് ഫോർ ആനുവൽ എക്സ്പെൻസ് ഓഫ് ഫാമിലി. നമ്മുടെ ദൈനംദിന ചിലവുകൾക്കുള്ള ഒരു പണം എന്തായാലും നമ്മളൊരു മരണത്തിന് ശേഷം എന്തായാലും അവർക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ ഒരു തുകയും കൂടി നമ്മൾ കണക്കാക്കണം.
ഇപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസായി വരുന്നത് ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസുകളാണ്. അപ്പം ഏകദേശം ഒരു ഫാമിലിക്ക് ഒരു 50,000 പെർ മന്ത് ചിലവുകൾ വരുന്നുണ്ടെങ്കിൽ ആനുവലി 6 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇതെല്ലാം ആനുവലിയാണ് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് നമുക്കിപ്പം അല്ലാതെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് അല്ലാതെ നമ്മൾ ഡിസ്ക്രിഷണറി ആയിട്ട് ചെയ്യുന്ന എക്സ്പെൻസുകളുണ്ടല്ലോ. ചെറിയൊരു യാത്ര പോകുന്നു, അല്ലെങ്കിൽ പർച്ചേസുകൾ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മന്ത്ലി 20,000 ചിലവാക്കുന്നു വിചാരിക്കുക. ഏകദേശം ഒരു 1 ഇയറിൽ 2,40,000 ചിലവ് വരുന്നതാണ്. അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് 8,40,000 വരുന്നു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ്. ഇത് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ഫാക്ടറിങ് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് നമുക്കൊരു മരണം ഒരു കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്ര കാലം ജീവിച്ച പോലെ ആയിരിക്കില്ല പിന്നീട് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ, അതായത് 50,000 രൂപയ്ക്ക് ഒരു മാസം എക്സ്പെൻസ് ഉണ്ടായിരുന്നത് മിക്കവാറും അത് കുറയാനുള്ള സാധ്യതയാണ് പ്രാക്ടിക്കലി ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ മേ ബി അത് 40,000 ആവാം, 30,000 ആവാം. ഒരു 20% റിഡക്ഷൻ അവിടെ നടന്നു. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ 20% റിഡക്ഷൻ. അതായത് 50,000 രൂപയ്ക്ക് ജീവിച്ചാൽ 40,000 രൂപയ്ക്കൊക്കെ നമ്മൾ ഫാമിലി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ 20% ഫാക്ടറിങ് ചെയ്തു. അങ്ങനെ ഫൈനലി കറണ്ട് ആനുവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6,72,000 രൂപയാണ്. ഈ എമൗണ്ടിൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ സ്പൗസിൻ്റെ, അതായത് ഈ ഫണ്ട് കിട്ടുന്നത് നമുക്ക് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ഫണ്ടെല്ലാം കിട്ടുന്നത് നമ്മുടെ ഫാമിലിക്കാണല്ലോ. അപ്പോൾ ഫാമിലിയിലെ സ്പൗസിൻ്റെ റിമൈനിങ് ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം വൈഫിൻ്റെ ഏജ് 30 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. ആളൊരു 85 ഇയേഴ്സ് വരെ ജീവിക്കും. അപ്പോൾ ഏകദേശം 55 ആണ് ഇവിടെ റിമൈനിങ് ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് സ്പൗസ്. പിന്നെ നമുക്ക് തീർച്ചയായും ഫാക്ടറിങ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇൻഫ്ലേഷൻ. അതായത് എവരി ഇയർ ദർ ഇസ് എ ഫാക്ടർ കോൾഡ് ഇൻഫ്ലേഷൻ. നമ്മുടെ പണപ്പെരുപ്പം എന്ന് പറയുന്നു. ഇന്നലെ വാങ്ങിച്ച സാധനത്തിൻ്റെ വില ആയിരിക്കില്ല 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന സാധനത്തിൻ്റെ വില. അപ്പം എവരി ഇയർ ഇന്ത്യയിലെ ഒരു ആവറേജ് 6 to 7% ആണ് ഒരു ഇൻഫ്ലേഷൻ. ഈ ടാക്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ടാക്സേഷൻ എന്തായാലും അപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എത്രത്തോളം ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ടാക്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ചത്. നോർമലി നമ്മൾ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 10% ടാക്സാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ 10%. അടുത്തത് എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ്. നമുക്ക് ഈ കോർപ്പസ്, അതായത് ഒരു മരണത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ടാക്സ് ഫ്രീ ആണ്. ഫണ്ട് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്ന എത്ര റിട്ടേൺസ് കിട്ടുമെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നമ്മളൊരു FDO അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 8% എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 8% നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. പിന്നെ ടാക്സ് അഡ്ജസ്റ്റഡ് റിട്ടേൺ, അതായത് നമുക്ക് 8% കിട്ടുന്നത്. ആ 8% കിട്ടുമ്പം അതിൽ 10% നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പം അങ്ങനെ കിട്ടുന്ന എത്ര ശതമാനമാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 7.2% ആണ് റിട്ടേൺ ആഫ്റ്റർ ടാക്സേഷൻ വരുന്നത്. പിന്നെ നെറ്റ് റിട്ടേൺസ്, അതായത് നമുക്ക് നെറ്റ് റിട്ടേൺസ് എത്ര വരുന്നത് എന്നുള്ളത് ആഫ്റ്റർ ഇൻഫ്ലേഷൻ. 6% ഇൻഫ്ലേഷൻ കഴിയുമ്പോൾ നെറ്റ് അപ്രിസിയേഷൻ വരുന്നത് 1.2% ആണ്. അപ്പം ആക്ച്വലി നമുക്ക് കോർപ്പസ് ഫോർ റെഗുലർ എക്സ്പെൻസ് ഇൻ ഫ്യൂച്ചർ വരുന്നത് 2,72,65,702 രൂപയാണ്. അപ്പം ആക്ച്വലി നമുക്ക് വേണ്ട ഒരു ഇൻഷുറൻസ് എമൗണ്ട്, ഒരു ടേം പ്ലാൻ വേണ്ടത് 4,42,90,702 രൂപയാണ് വേണ്ടത്. അപ്പം ഇത്രയും ആണ് നമ്മൾ അറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സിസ്റ്റിംഗ് ഇതുപോലെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി എനിക്ക് 2 കോടി ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 2 കോടി ഞാനത് എൻ്റർ ചെയ്തു. പിന്നെ എനിക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ മ്യൂച്വൽ ഫണ്ട്, എൻ്റെ മറ്റ് ബെനിഫിറ്റുകൾ, അതായത് NPS, അങ്ങനെയെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്കൊരു 60 ലാഖിൻ്റെ ഇപ്പോഴത്തെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ 60 ലാഖ് എന്തായാലും നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്നതാണ്. അപ്പം ആ ഒരു ഫണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ. അപ്പം ആ 60 ലാഖ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് മേ ബി നമ്മുടെ സ്പൗസ് വർക്കിംഗ് ആയിരിക്കാം, അവർ നന്നായിട്ട് ഏൺ ചെയ്യുന്ന ഒരു മെമ്പർ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഈവൻ ആഫ്റ്റർ അവർ ഡെത്ത് അവർ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം അവർക്ക് കിട്ടുന്ന ഇൻകം നമുക്കൊരു ഫാക്ടറിങ് ചെയ്യണം. കാരണം ആ ഇൻകം കൂടി നമുക്ക് ശരിക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അവർക്കൊരു ഫ്യൂച്ചർ ഇൻകം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഇവിടെ ചെയ്യും. നമുക്കൊരു ഫോർമുല പ്രസൻറ്റ് വാല്യൂ എത്ര നോക്കാം. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ
ഇപ്പോൾ സപ്പോസ് സ്പൗസ് വർക്ക് ചെയ്യുന്നുണ്ട്, എവരി ഇയർ ഷീ ഓർ ഹി ഗെറ്റിംഗ് എ സാലറി ഹൈക്ക് ഓഫ് 5%. ഒരു നെക്സ്റ്റ് ഒരു 10-15 വർഷത്തേക്ക് ആൾ വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുക, ഫോർ 15 years. സോ ആനുവലി ഷീ ഈസ് ഗെറ്റിംഗ് ഏകദേശം ഒരു മേ ബി ഒരു 5 lakhs rupees ആനുവലി ആൾക്ക് സാലറി ഉണ്ടെന്ന് വിചാരിക്കുന്നു. Future value 0, type is 0, bracket close. സോ ദിസ് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ്. ഫ്യൂച്ചർ വരുന്ന എല്ലാ ക്യാഷ് ഫ്ലോയിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ഇത്ര വരുന്നത്. അപ്പം ആ എമൗണ്ടുകൂടെയും കുറച്ചു ടോട്ടൽ ഇത്ര എമൗണ്ടാണ് നമുക്ക് 3,11,89,829 നമുക്ക് വേണ്ട ആക്ച്വൽ ഇൻഷുറൻസ്. അതിൽ 2 കോടി ഓൾറെഡി എടുത്തിട്ടുണ്ട്. അഡീഷണൽ കവർ ടു ബി റിക്വയർഡ് ഓർ ടു ബി ഒബ്റ്റെയിൻഡ്. അത് 1,31,00,000 രൂപയാണ്. നമുക്ക് റൗണ്ട് ചെയ്ത് ഏകദേശം 1,30,00,000 അല്ലെങ്കിൽ 1,40,00,000 രൂപയോ നമുക്ക് കവറേജ് എടുക്കാം. സോ ഇതാണ് ആക്ച്വലി ഒരു സയൻറ്റിഫിക് അപ്രോച്ച്. കുറച്ച് സമയം എടുക്കുന്നതാണ്, പക്ഷേ എങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നീഡ് ബേസ്ഡ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻസ് നമുക്കുണ്ട് അതിൽ. സോ താങ്ക് യു സോ മച്ച്.